ഇന്നത്തെ വീഡിയോ എരിക്കിനെ കുറിച്ചാണ്. എരിക്ക് എന്ന് പറയുന്ന ഈ ചെടി സാധാരണ റോഡ് സൈഡുകളിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒരു ചെടിയാണ്. അത് രണ്ട് തരം എരിക്കുണ്ട്, വെള്ള എരിക്കും വയലറ്റ് കളറിലുള്ള എരിക്കും. അപ്പോൾ ഈ രണ്ട് എരിക്കും പലരും വീട്ടിൽ നട്ടു വളർത്തുന്നുണ്ട്. ഈ വെള്ളെരിക്കിനാണ് ഔഷധ ഗുണം കൂടുതലെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് ശിവൻ്റെ അമ്പലങ്ങളിൽ ശിവന് പൂജ നടത്തുന്ന സമയത്ത് ഈ എരിക്കിൻ്റെ പൂവ് പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണം 40ഓളം കാര്യങ്ങൾക്ക് ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. തൃശ്ശൂർ തുടങ്ങി പാലക്കാട് പൊള്ളാച്ചി റൂട്ടിൽ പോകുമ്പോൾ ഹൈവേയുടെ സൈഡിൽ ഇതിനെ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും. ഈ നീല കാണാം, വെള്ള കാണുന്നത് അപൂർവ. വെള്ള പലരും നട്ട് വളർത്തുകയാണ്. അപ്പോൾ എരിക്കിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ പറയാം, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എരിക്കിൻ്റെ പിങ്കും വെള്ളയും ആയിട്ടുള്ള രണ്ട് നിറത്തിലുള്ള പൂക്കളുള്ള ഇതാണ് നമുക്ക് എരിക്ക് സാധാരണയായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിന് ഔഷധ ഗുണങ്ങൾ വളരെ വളരെ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇത് വിഷച്ചെടിയാണ്. അത് വൈദ്യരുടെ ഉപദേശപ്രകാരമോ മറ്റുള്ളവരുടെ അറിവുള്ളവരുടെ ഉപദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതുകൊണ്ട് ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഈ കർഷകർക്ക് ഒരു കീടനാശിനിയായിട്ട് തന്നെ ഇതിനെ ഉപയോഗിക്കാം. അതെന്തൊക്കെ ചെയ്യാമെന്നുള്ളത് ഞാൻ പറയാം, ശ്രദ്ധിക്കുക. ഈ പാഴ്ചെടി പോലെ കാണുന്ന എരിക്ക് വലിയൊരു ഔഷധ ചെടിയാണ്. മിലിമുട്ട, അത് എരിക്കിൻ്റെ ഇല ചതച്ച് അതിൻ്റെ സത്ത് ചെടികളിൽ തെളിക്കാം. ശീതൾ ശല്യത്തിന് വളരെ നല്ലത്. 2 ആഴ്ച എരിക്കില വെള്ളത്തിലിട്ട് ആ വെള്ളം ചെടിയുടെ കടക്കിലൊഴിക്കാം, ശീതൾ പോയി കിട്ടും. നിമവിരകൾക്ക് എരിക്കില മണ്ണിൽ ഇടാം. ഇഞ്ചിയിൽ കീടനാശിനിയായി ഇല കടക്കിലിടുക. കന്നുകാലികളുടെ ചൊറി പഴുപ്പിന് എരിക്കിലയിട്ട് വെള്ളം തിളപ്പിച്ച് ആറ്റി ഉപയോഗിക്കുക. തുകൽ ഉറയിടുവാനും പുകയില പാകപ്പെടുത്തുന്നതിനും എരിക്കില ഉപയോഗിക്കുന്നുണ്ട്. എരിക്കിൻ തണ്ടിൽ നിന്നെടുക്കുന്ന നാര് ഉത്തരേന്ത്യയിൽ കന്നുകാലികളെ കെട്ടാൻ കയറായി ഉപയോഗിക്കുന്നു. എരിക്കിൻ്റെ തണ്ട് കത്തുമ്പോൾ ഉണ്ടാകുന്ന കരി വെടിമരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. വെള്ളയും പിങ്ക് കലർന്ന 2 തരം പൂക്കളാണ് ഇതിനകത്തുള്ളത്. കൂടാതെ ഇത് ശിവപൂജയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് പറയുന്നത്. പിന്നെ മുത്തശ്ശി വൈദ്യത്തിൽ ഇതിന് സ്ഥാനമുണ്ട്. തുടർച്ചയായി തുമ്മലിന് വെറ്റിലയും എരിക്കിൻ പൂവും മുറുക്കി തുപ്പുക. പൂവിന് വിഷസ്വഭാവമുണ്ട്. കായ്കൾക്ക് ശ്വാസകോശങ്ങളുടെ രൂപം സാദൃശ്യമുണ്ട്. ശ്വാസകോശത്തിൻ്റെ രൂപമാണ് ആ കായ്കൾക്കുള്ളത്. എരിക്ക് ശിവപൂജയ്ക്ക് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ശിവപൂജയ്ക്ക് ഉപയോഗിക്കുന്നു. എരിക്കിൻ പൂവ് ഉണക്കി പൊടിച്ച് കുരുമുളക് പൊടിച്ച് ആസ്മ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ അളവിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. എരിക്കിൻ്റെ ഇല വിരലുകൾക്കിടയിൽ വെച്ച് മഴക്കാലത്തുണ്ടാകുന്ന വളംകടിക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ കറ മൂലക്കുരു ചുരുങ്ങുന്നതിനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതേമാതിരി ഒരുപാട് കാര്യങ്ങൾക്ക് എരിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് എരിക്കിനെ കൊണ്ട് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ആയുർവേദ പുസ്തകങ്ങളിലൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ച് 40ഓളം കാര്യങ്ങൾക്കാണ് ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. 40 കാര്യവും പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ച് ഓരോരുത്തരും എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വൈദ്യരുടെ സഹായം പ്രകാരം മാത്രമേ, ഉപദേശപ്രകാരം മാത്രമേ ഇത് നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് വീട്ടിൽ നട്ടു വളർത്തുക. ഇവിടെ എരിക്കിൻ്റെ വെള്ളയുടെയും ഈ പിങ്ക് കളറിൻ്റെയും പൂവ്, ഇല ഇതൊക്കെ ആവശ്യപ്പെട്ട് പലരും ഇവിടെ വരാറുണ്ട്. എരിക്കിൻ്റെ ഇല കാലിൻ്റെ അടിയിൽ വച്ച് കെട്ടി പകൽ മുഴുവൻ നടന്നു കഴിഞ്ഞാൽ പാദത്തിൻ്റെ അടിയിലുണ്ടാകുന്ന വേദന മാറും. രാത്രി സമയത്ത് ഒരു കാരണവശാൽ എരിക്കിൻ്റെ ഇല കാലിൻ്റെ അടിയിൽ വെച്ച് കെട്ടി കിടന്നുറങ്ങാൻ പാടില്ല. പിന്നെ കറ മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എരിക്കിനെക്കുറിച്ച് വളരെ കുറച്ച് കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ആധികാരികമായിട്ട് പറയാൻ ഞാൻ വൈദ്യുതി അല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ എരിക്ക് ഒരു കമ്പ് വർഷക്കാലത്ത് കൊണ്ടുപോയി വീട്ടിൽ നട്ടു വളർത്തിയാൽ അവിടെ വീടിൻ്റെ മുമ്പിൽ ഉണ്ടാവും. പിന്നെ ഇതിന് വെള്ളം വേണ്ട. ഹൈവേയുടെ സൈഡിലൊന്നും വെള്ളമില്ലാതെ കണ്ടാണ് ഇതിങ്ങനെ കാട് പോലെ വളർന്നു കിടക്കുന്നത്. അതിൻ്റെ വേരിൽ നിന്നും കായ വീണും തൈകളുണ്ടാവാറുണ്ട്. കൂടുതലും വേരിൽ നിന്ന് പുതിയ പുതിയ തൈകളാണ് ഉണ്ടാവാറ്. അപ്പോൾ ഈ എരിക്കിനെ കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഇതുപോലെ വേറെ ഏതെങ്കിലും ഔഷധച്ചെടിയെക്കുറിച്ചുള്ള കൊച്ചു കൊച്ചു വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരാം. നന്ദി, നമസ്കാരം.